ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് വാട്ട് ഈസ് വെബ് 3.0. മാത്രമല്ല ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക ആസ് എ ക്രിപ്റ്റോ ഇൻവെസ്റ്റർ ഈ വെബ് 3.0 ഏത് രീതിയിലാണ് നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് വെബ് 3.0 എന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നമുക്ക് ഏത് രീതിയിലാണ് ഈ ഒരു വെബ് 3.0 ഉപകാരപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ അധികം സമയമൊന്നും കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. എന്താണ് വെബ് 3.0 എന്ന് പറയുന്നതിന് മുൻപ് എന്താണ് വെബ് 2.0 എന്നും എന്താണ് വെബ് 1.0 എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. നമ്മൾ എണ്ണം പഠിക്കാൻ തുടങ്ങിയത് 1 മുതലാണല്ലോ. അപ്പോൾ 1-ൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വെബ് 1.0 എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഇൻ്റർനെറ്റാണ്. അതായത് 1991 മുതൽ 2004 കാലഘട്ടത്തിലുള്ള ആ ഒരു ഇൻ്റർനെറ്റിനെയാണ് വെബ് 1.0 എന്ന് പറയുന്നത്. അന്നത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇൻഫോർമേഷൻസ് അവിടെ കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. ആ ഒരു രീതിയിലായിരുന്നു ഏറ്റവും ആദ്യത്തെ ഇൻ്റർനെറ്റ് മുന്നോട്ട് പോരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് ബുക്സ് ഉള്ളൊരു ലൈബ്രറിയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ബുക്ക് ഓരോ ഷെൽഫിലും പോയി തപ്പി തിരഞ്ഞെടുക്കുന്ന ആ ഒരു സംഭവം തന്നെയായിരുന്നു ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ, അതായത് വെബ് 1.0 ആ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ആ രീതിയിലായിരുന്നു. മാത്രമല്ല ഇന്ന് ഉള്ള പോലുള്ള ഒരു ലോഗിൻ ലോഗൗട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇൻട്രാക്റ്റീവ്, അതായത് ഒരു കമൻറ്റ് ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു റീഡ് ഓൺലി എന്ന് പറയുന്ന ഒരു സംഭവം മാത്രം, അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഒരു സമയത്ത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരുന്നുള്ളൂ. കൂടാതെ ആഡ് റവന്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. വെബ് 1.0 മോശമായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഏതൊരു കാര്യമായാലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തൊക്കെയോ ആയി മാറിയിട്ടുണ്ടായിരുന്നു വെബ് 1.0 ആ ഒരു കാലഘട്ടത്തിൽ. പതുക്കെ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫ്ലാഷ്, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള പല മെയിൻ ഫീച്ചേഴ്സും അതിൽ വന്നു തുടങ്ങി. അങ്ങനെ അത് പതുക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വെബ് 2.0 വരവ്. 2004 മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള സമയത്ത് നമുക്ക് വെബ് 2.0 ആയിട്ട് പറയാനായിട്ട് പറ്റും. നമുക്കറിയാം 2004 നിന്നും ഇൻ്റർനെറ്റ് എത്രത്തോളം മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അത് എല്ലാ മേഖലകളിലും, ഇൻ്റർനെറ്റിൽ തന്നെ എല്ലാ മേഖലകളിലും ആ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വെബ് 1.0 നമുക്ക് ഇൻഫോർമേഷൻസ് അറിയാൻ മാത്രമാണ് പറ്റിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റും, അല്ലേ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസും നമ്മുടെ കയ്യിലെ ഇൻഫോർമേഷൻസും നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വെബ് 2.0 ഇന്നത്തെ ഇൻ്റർനെറ്റിൽ നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് സെൻട്രലൈസ്ഡ് കമ്പനീസ് വളരെ വലിയ രീതിയിലുള്ള ലാഭങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് തന്നെ എടുക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരും. നിങ്ങൾ അതിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കാണാനായിട്ട് തുടങ്ങുകയാണ്. ആ വീഡിയോയുടെ താഴെയായിട്ട് സജഷനായിട്ട് ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വേറെയുണ്ട്. ഈ രീതിയിൽ നിങ്ങളെ കൂടുതൽ സമയം യൂട്യൂബിനകത്ത് നിലനിർത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ചെറിയ ഇൻഫോർമേഷൻസിൻ്റെ പുറത്ത് യൂട്യൂബ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ രീതിയിൽ ഒരുപാട് പൈസ യൂട്യൂബ് ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബ് മാത്രമല്ല, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ യൂട്യൂബിലേക്ക് വരുമ്പോഴും ഫേസ്ബുക്കിലേക്ക് വരുമ്പോഴൊക്കെ ആ ഒരു സാധനത്തിൻ്റെ ആഡ് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഈ രീതിയിൽ നമ്മുടെ ഇൻഫോർമേഷൻസ് മറ്റുള്ള അഡ്വർടൈസിങ് കമ്പനീസിന് സെല് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർ തന്നെ ആ ഒരു സെൻട്രലൈസ്ഡ് കമ്പനീസ് തന്നെ നമ്മുടെ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ടോ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. വെബ് 2.0 എന്ന് പറയുന്നത് ശരിക്കും ഒരു ടാർഗറ്റഡ് അഡ്വർടൈസിംഗ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഡാറ്റാസും നമ്മുടെ ഇൻഫോർമേഷൻസും എല്ലാം തന്നെ ഈ സെൻട്രലൈസ്ഡ് കമ്പനീസ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെ എടുക്കുക. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ഉണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് അതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗൂഗിളിന് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു മാളിലൊക്കെ പോവുകയാണെങ്കിൽ മാളിൽ പോയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് കാണാം. ആ മാളിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, റേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാളിൽ പോയത് അവരറിഞ്ഞത്? തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വഴി തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അതെല്ലാം അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ഈ കമ്പനീസിന് അറിയാവുന്ന കാര്യങ്ങളാണ്. അവർ ആ ഡാറ്റാസ് നമ്മളറിയാതെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും അവർ യൂസ് ചെയ്യുന്നുണ്ട്.
സെൻട്രലൈസ്ഡ് കമ്പനീസ് ഈ രീതിയിലാണ് ഈ ഒരു വെബ് 2.0 ഈ ഒരു കാലഘട്ടത്തിൽ അവർ പൈസ ഉണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ അവർ പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് തന്നെയാണ്. ഇനി നമുക്ക് വെബ് 3.0യിലേക്ക് വരാം. വെബ് 1.0യിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് വെബ് 2.0 വന്നത്. അതായത് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ലോഗിൻ ലോഗൗട്ട് അല്ലെങ്കിൽ കമൻറ്റ് പോസ്റ്റ് ഷെയർ ചെയ്യൽ, ലൈക്ക് ചെയ്യൽ, അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാനൊന്നും വെബ് 1.0യിൽ സാധിച്ചിരുന്നില്ല. വെബ് 2.0യിൽ വന്നപ്പോൾ അത് സാധ്യമായിരുന്നു. വെബ് 1.0യിൽ ആഡ് റവന്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെബ് 2.0യിൽ അതും വന്നിട്ടുണ്ട്. ഇനി വെബ് 2.0യിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ എന്തൊക്കെ ഇഷ്യൂസ് ആണോ ഉള്ളത് അതെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും വെബ് 3.0 വരിക. വെബ് 3.0 എന്ന് പറയുന്നത് കറൻ്റ്ലി ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ഏത് രീതിയിലായിരിക്കും അത് എന്നുള്ള ഒരു ഐഡിയ മാത്രമാണ് ഈ വെബ് 3.0 എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല പേജുകളിലും പല രീതിയിലായിരിക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഏറെക്കുറെയൊക്കെ സിമിലാരിറ്റീസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് വെബ് 2.0യിൽ സെൻട്രലൈസ്ഡ് കമ്പനീസിൻ്റെ പല കള്ളക്കളികളും പരിഹരിക്കാനായിട്ട് പ്രധാനമായിട്ടും ആവശ്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, രണ്ട് ഡീസെൻട്രലൈസേഷൻ. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് വെബ് 3.0 മെയിനായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ഡീസെൻട്രലൈസേഷൻ എന്താണെന്നും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നും നമ്മുടെ വീഡിയോസ് കാണുന്ന ആർക്കും തന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് എടുക്കാം. ഫേസ്ബുക്കിൽ നിങ്ങൾ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റും? ഒരിക്കലുമില്ല. ഫേസ്ബുക്കിന് അവരുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനോടെല്ലാം മാച്ച് ആകുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ ഫേസ്ബുക്കിൻ്റെ കയ്യിലാണ്. അത് തെറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലൊരു പോസ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകളെല്ലാം തന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു സെർവറിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇനി വെബ് 3.0യിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ രീതിയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു പ്രത്യേക ഒരു സെർവറിൽ മാത്രമല്ല അത് സ്റ്റോർ ചെയ്യുക. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അറിയാവുന്നവർക്കറിയാം, അത് ഒരുപാട് ആളുകളിലേക്കായിരിക്കും ആ ഒരു പോസ്റ്റ് എത്തുക. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ, ഒരു സെൻട്രലൈസ്ഡ് കമ്പനിയുടെ ഒരു കൺട്രോൾ ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല. കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു വേയിലൂടെ മാത്രമായിരിക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ഇല്ലീഗൽ ആൻഡ് ഹെയ്റ്റ്ഫുൾ കണ്ടൻസ് എല്ലാം ഈ രീതിയിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു ഫ്രീഡം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള ഒരു ഫ്രീഡം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു കാര്യമാണ് വെബ് 3.0യിൽ വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ വെബ് 1.0 എന്താണെന്ന് പറഞ്ഞു, വെബ് 2.0 എന്താണെന്ന് പറഞ്ഞു, വെബ് 3.0 എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ക്രിപ്റ്റോ ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നമുക്ക് ഏത് രീതിയിലാണ് ഈ ഒരു വെബ് 3.0 യൂസ്ഫുൾ ആകുന്നത്, അല്ലെങ്കിൽ വെബ് 3.0 ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കോയിൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് ഹീലിയം എന്ന് പറയുന്ന ഒരു കോയിനാണ്. HNT എന്നാണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 50ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ഹീലിയം. അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 2409 രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4161 രൂപയാണ്. അപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു പകുതിയോളം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു കോയിനാണ്. 24 ഹവറിൽ ഒരു 5% അപ്പ് മൂവ്മെൻറ്റ് ഈ ഒരു കോയിനിൽ ഉണ്ടായിട്ടുണ്ട്. ഹീലിയം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ക്യാപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോയിനാണ്. ഇത് നമുക്ക് ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ബൈനാൻസിൽ അവൈലബിൾ ആണ്, FTXൽ അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് എക്സ്ചേഞ്ചുകളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു കോയിനാണ് ഹീലിയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹീലിയത്തിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ബൈനാൻസിലെ ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, നല്ല രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ പ്രൈസ് നല്ലപോലെ റിജക്റ്റ് ആവും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തൊട്ട് മുൻപ് ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നമുക്കറിയാം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയാസ് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ച് പിന്നെ ആ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല എക്സാമ്പിൾസും നമ്മളത് കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. താഴേക്ക് വരുന്തോറും ഇവിടെ വളരെ വലിയൊരു റിജക്ഷൻ ഇവിടെ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് പ്രൈസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, അതായത് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 64.43% പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഹീലിയം നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. അതിൻ്റെ അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് ഏകദേശം 46.32 ആണ്. ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത് 52.61 ആണ്. അപ്പോൾ ഹീലിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്താം. അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കാം. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ കോയിൻ എന്ന് പറയുന്നത് ഫയൽ കോയിൻ എന്ന് പറയുന്ന കോയിനാണ്. FIL ആണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. ഓൾറെഡി നമ്മൾ ഫയൽ കോയിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 35 റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ഫയൽ കോയിൻ. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കോയിനാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 2947 രൂപയാണ് ഫയൽ കോയിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 17,872 രൂപയാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്നും എത്രത്തോളം താഴോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഫയൽ കോയിൻ്റെ പ്രൈസ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ഫയൽ കോയിൻ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ബൈനാൻസിൽ അവൈലബിൾ ആണ്, ഹോബിയിൽ അവൈലബിൾ ആണ്, കോയിൻ ബേസ്, Gate.io തുടങ്ങിയ ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോയിനാണ് ഫയൽ കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ കോയിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫയൽ കോയിൻ്റെ USDT പെയറിലുള്ള ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ബൈനാൻസിലെ ഒരു ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല 2021 മാർച്ച് മാസത്തിൽ ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതേ ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിൽ പ്രൈസ് എത്തിയപ്പോൾ ഈ ഒരു കോയിൻ വാങ്ങിക്കാമായിരുന്നു, ഇത് മിസ്സാക്കി കളഞ്ഞല്ലോ എന്ന് വിചാരിച്ച പലർക്കും ഇപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഓൾ ടൈം ഹൈ എങ്കിലും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രൈസിൽ നിന്ന് ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 396.98% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു കോയിനിൽ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും ഓൾ ടൈം ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോയിൻ തന്നെയാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോയിൻ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് തീർച്ചയായിട്ടും നടത്തണം ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുൻപ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് Polkadot ആണ്. Polkadotനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോയിനാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കോയിനാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 9ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2148 രൂപയാണ് ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് വരുന്നത്. ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4144 രൂപയാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കോയിനാണ് Polkadot എന്ന് പറയുന്നത്. ബൈനാൻസിലുണ്ട്, കോയിൻ ബേസിലുണ്ട്, ഹോബിയിലുണ്ട്, KuCoinലുണ്ട്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മേജർ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കോയിനാണ് Polkadot. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് Polkadotൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള USDT പേരിലുള്ള ഒരു ബൈനാൻസ് ചാർട്ടിലാണ്. ബൈനാൻസിലെ ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ പ്രൈസ് പലതവണ റിജക്റ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. നമുക്കിവിടെ ഒരു റിജക്ഷൻ കാണാനായിട്ട് പറ്റും, പ്രൈസിൽ നല്ല രീതിയിലുള്ള റിജക്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ സ്റ്റിക്ക് ഇവിടെ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കോയിൻ തന്നെയാണ് Polkadot എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ കോയിൻ എന്ന് പറയുന്നത് Kusama എന്ന് പറയുന്ന ഒരു കോയിനാണ്. KSM ആണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 60ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. അതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 22,000 രൂപയാണ്. ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത് 47,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ 47,000 നിന്ന് 22,000 വന്ന് നിൽക്കുന്ന ഒരു കോയിനാണ് Kusama എന്ന് പറയുന്നത്. Kusamaനെ പറ്റിയിട്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കോയിൻ തന്നെയാണ്. ഇത് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനാൻസിലുണ്ട്, ഹോബിയിലുണ്ട്, KuCoinലുണ്ട്, Krakenലുണ്ട്, Gate.ioലുണ്ട്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും അവൈലബിൾ ആയിട്ടൊരു കോയിൻ തന്നെയാണ് Kusama എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് Kusamയുടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ്, USDT പേരിലുള്ള ബൈനാൻസിലെ ഒരു ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്നത്, ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, ഇത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു റെസിസ്റ്റൻസിനും സപ്പോർട്ടിനും ഇടയിൽ മാത്രമാണ് ഇപ്പോൾ പ്രൈസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള മൂവ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ എത്തിയിട്ട് പ്രൈസിനൊരു റിജക്ഷൻ സംഭവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ്, ഒരു സപ്പോർട്ട് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ഏരിയ ചെറിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ്. മാത്രമല്ല ഇവിടെ പ്രൈസിന് ചെറിയ രീതിയിലുള്ള റിജക്ഷനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും പ്രൈസ് റിജക്റ്റ് ആവുന്ന കാണാം, അല്ലെങ്കിൽ റിജക്റ്റ് ആയിക്കൊണ്ട് മുകളിലോട്ട് പോകുന്ന കാണാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നൊരു റിജക്ഷൻ സംഭവിച്ച് വീണ്ടും ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവുക. ഈ ഒരു കാര്യവും അവിടെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് നമുക്ക് വളരെ വലിയൊരു ലോസ് സംഭവിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ എടുത്ത് ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പ്രൈസിന് റിജക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും Kusamയിൽ നല്ലത്.
ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എന്താണ് വെബ് 3.0 എന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.